ജനവും ആഘോഷിക്കുന്ന ഒരാഘോഷമാണ്. പല ആഘോഷങ്ങൾ നാം കണ്ടിട്ടുണ്ട്. ഓരോ ആഘോഷങ്ങളെ കുറിച്ച് പഠിച്ചാൽ ഓരോ ആഘോഷങ്ങൾ ഒരു ദേശത്തിനോ ഒരു പട്ടണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിലോ മാത്രമായിരിക്കുമ്പോൾ ക്രിസ്മസ് എന്ന് പറയപ്പെടുന്ന ഈ അവസ്ഥ ലോകജനം മൊത്തമായി ആഘോഷിക്കുന്നതായി കാണുവാൻ സാധിക്കപ്പെടുന്നു. വിശുദ്ധ വേദപുസ്തകം പ്രകാരം പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മധ്യേ യേശുക്രിസ്തുവിൻ നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ലവേ ഇല്ല. മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെയാണ് ക്രിസ്മസ് ആയി കൊണ്ടാടുന്നത്. ഈ ക്രിസ്മസ് ജാതി മത ഭേദമന്യേ വർണ്ണവർഗ വ്യത്യാസമന്യേ എല്ലാവരും ആഘോഷിച്ചു. ചില ദിവസങ്ങൾ സന്തോഷത്തോടെ ഒരുപക്ഷെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ചില ദിവസങ്ങൾ തള്ളി നിൽക്കുന്നു. അടുത്തൊരു പുതുവർഷം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരപ്പെടുന്നു. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഒരു വർഷമായി പ്രഖ്യാപിക്കുന്നു. അതും ആഘോഷിക്കുന്നത് ക്ലബ്ബുകളിൽ, ഭവനങ്ങളിൽ, പല സ്ഥലങ്ങളിലായിരുന്ന് പാട്ടുകൾ പാടി സന്തോഷത്തോടെ വളരെ ആഹ്ലാദത്തോടെ അവർ ആഘോഷിച്ച് അതിൻ്റെ അവസാന ഘട്ടം മദ്യം, മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് മുന്നോട്ട് കടന്നു പോകുന്ന കാഴ്ചകളാണ് നാം കാണുന്നത്. 1-ാം തീയതിയുള്ള പത്രവാർത്ത റിപ്പോർട്ടുകൾ നാം നോക്കുമ്പോൾ ഈ ആഘോഷം കൊണ്ട് ജീവിതം നശിച്ച, ജീവിതം തീർന്ന പല വ്യക്തിത്വങ്ങളെയും പല യൗവനക്കാരെയും നമുക്ക് കാണുവാൻ സാധിക്കപ്പെടുന്നു. ഇതിനെല്ലാം കാരണമെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ട മനുഷ്യൻ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് ജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കപ്പെടുന്നത്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ദൂതന്മാർ ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഈ കർത്താവായ യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചതെന്ന് ഒരുപക്ഷെ ചിലർക്കെങ്കിലും ബോധ്യമുണ്ട്. ഈ കർത്താവിന്റെ ജനനത്തെ പ്രകീർത്തിക്കുമ്പോൾ അതിനൊരടയാളമാണ് നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ഓരോ വീടുകളുടെയും ഭവനങ്ങളുടെ അങ്കണങ്ങളിൽ ഓരോ നക്ഷത്രം തൂക്കിയിട്ട് ക്രിസ്തുവിന്റെ ജനനത്തെ ആഘോഷിക്കുകയാണ്. യഥാർത്ഥമായി നാം മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് ജഡാവതാരം എടുത്ത് കടന്നു വന്നതെന്ന്.
ആദ്യ മാതാപിതാക്കളാകുന്ന ആദം ഹവ എന്ന ദമ്പതിമാർ ഏദൻ തോട്ടത്തിൽ വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി എല്ലാ ദിവസവും വൈകുന്നേര സമയങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തോടുകൂടി സാമീപ്യത്തോടുകൂടി ജീവിപ്പാനിടയായിത്തീർന്നു. വളരെ സന്തോഷകരമാകുന്ന ജീവിതത്താൽ മുന്നോട്ട് കടന്നുപോയപ്പോൾ ശത്രുവായവൻ അവരെ തകർത്തു കളയുവാൻ ഇപ്രകാരം ദൈവം പറയപ്പെട്ട പല കൽപ്പനകളും അവിടെ ലംഘിക്കുവാനിടയായിത്തീർന്നു. ആ ലംഘനം മുഖാന്തരം പാപം മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നു. പാപം മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് ഈ ദമ്പതിമാർ അകലുവാനിടയായിത്തീർന്നു. അവർക്ക് ലഭിക്കേണ്ടുന്ന സകല നന്മകളും ശത്രുവായവൻ തകർത്തു കളഞ്ഞതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കപ്പെടുന്നു. ഈ ശത്രു ഈ കുടുംബത്തിലേക്ക് പ്രവേശിച്ച് സമാധാനം നഷ്ടപ്പെടുത്തി, സന്തോഷം നഷ്ടപ്പെടുത്തി, ആശ്വാസം നഷ്ടപ്പെടുത്തി, അതിലൂടെ ഫലവിധമാകുന്ന സംഭവങ്ങൾ നടക്കുവാനിടയായിത്തീർന്നു. അവർക്കുണ്ടായിരുന്ന നിത്യമാകുന്ന സമാധാനവും നിത്യമാകുന്ന സന്തോഷവും നഷ്ടമാകുവാനിടയായിത്തീർന്നു. ഈ പാപത്തിൽ നിന്ന് മോചനം നൽകുവാൻ, മോചനം പ്രാപിക്കുവാൻ വേണ്ടി മനുഷ്യരാശി പലവിധമാകുന്ന പ്രക്രിയകൾ ചെയ്യുവാനിടയായിത്തീർന്നു. സായുജ്യം പ്രാപിക്കുന്നതിന് വേണ്ടി മലകൾ കയറുവാനിടയായിത്തീർന്നു, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനിടയായിത്തീർന്നു, യാഗങ്ങൾ നടത്തുവാനിടയായിത്തീർന്നു. ഇതിലൊന്നും പിന്നത്തേതിൽ അവരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിൽ അയക്കുവാനിടയായിത്തീർന്നു. ആ കർത്താവായ യേശു ക്രിസ്തു ബെത്ലഹേമിൽ ജനിക്കുവാനിടയായിത്തീർന്നത് പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജഡാവതാരം എടുക്കുവാനിടയായിത്തീർന്നു. ദൂതൻ ഇപ്രകാരം പറഞ്ഞു, അവൻ സകല മനുഷ്യരെയും അവരെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. ആ രക്ഷിതാവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നത് മാനവരാശിയെ രക്ഷിക്കുവാൻ. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന യവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം മനുഷ്യവർഗത്തെ സ്നേഹിപ്പാനിടയായിത്തീർന്നു. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനെ സ്നേഹിച്ച് അല്ലെങ്കിൽ പാപത്തിൽ ആണ്ടുപോയ മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി ജഡാവതാരമെടുത്ത് ഈ ഭൂമിയിൽ കടന്നു വരുവാനിടയായിത്തീർന്നു. കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകി, സന്തോഷമില്ലാത്തവർക്ക് സന്തോഷം നൽകി, ആശ്വാസമില്ലാത്തവരെ ആശ്വസിപ്പിച്ച് താൻ മുന്നോട്ട് കടന്നു പോകുവാനിടയായിത്തീർന്നു. ആ ക്രിസ്തു വചനമായി ഭൂമിയിലേക്ക് കടന്നു വരികയും ജഡമായി തീർന്ന കൃപയും സത്യവും ജീവനുമായി സത്യദൈവമായി ഈ ഭൂമിയിൽ ജീവിപ്പാനിടയായിത്തീർന്നു. പാപമൊഴികെ സകലത്തിലും താൻ പരീക്ഷിക്കപ്പെടുവാനിടയായിത്തീർന്നു. ഈ ശാപം നിറഞ്ഞ ഭൂമിയിൽ, പാപം നിറഞ്ഞ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തു പാപമില്ലാത്തവനായി ജീവിപ്പാനിടയായിത്തീർന്നു. ഈ മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിൽ അവതരിച്ചാൽ മാത്രം പോരാ. അവതാരത്തിന്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപപരിഹാര ബലിയായി യേശു യാഗമായി ക്രൂശിൽ തൂങ്ങുവാനിടയായിത്തീർന്നു. ആകാശത്തിന്റെ ഭൂമിക്കും മധ്യേ, ഭൂലോകത്തിന്റെ മധ്യസ്ഥാനമായ ഇസ്രായേലിൽ ഗോൽഗുൽഥ മലയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിപ്പാനിടയായിത്തീർന്നു.
ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി യേശുക്രിസ്തു യാഗമായി തീർന്നു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധനായ കർത്താവിനെ ക്രൂശിപ്പാനിടയായി തീർന്നു. ക്രൂശിൽ കിടക്കുമ്പോഴും കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ കഴിയാതെ പല വ്യക്തികളും ഉണ്ടായിരുന്നു. എന്നാൽ ക്രൂശിൽ കിടന്ന കള്ളൻ ഇപ്രകാരം തനിക്കറിയാം, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി, മാനവരാശിയെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ള കർത്താവായ യേശുക്രിസ്തു എന്ന് മനസ്സിലാക്കിയ കള്ളൻ അവിടെ കിടന്നുകൊണ്ട് കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് പറയുവാനിടയായി തീർന്നു. തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ആ പാപ ദൈവത്തിന്റെ സന്നിധിയിൽ കാൽവരി ക്രൂശിൽ കിടക്കുന്ന ദൈവപുത്രന്റെ മുന്നിൽ തന്നെ തന്നെ സമർപ്പിക്കുവാനിടയായി തീർന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ആശ്വാസമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ ആ കർത്താവായ യേശുക്രിസ്തുവിലൂടെ സന്തോഷവും സമാധാനവും ആശ്വാസവും പാപമോചനവുമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപമോചനത്തിന് വേണ്ടി, മോക്ഷം പ്രാപിക്കുന്നതിന് വേണ്ടി, സായുജ്യം പ്രാപിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ പല പ്രതിക്രിയകൾ നിങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. മലകൾ കയറുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യമാകുന്ന സന്തോഷവും സമാധാനവും ആശ്വാസവും പ്രാപിക്കുന്നതിന് വേണ്ടി ഈ ക്രിയകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളായിരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. അങ്ങനെ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രത്യാശയുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വീണ്ടും കടന്നു വരും. അവന്റെ ഭക്തന്മാരെ ചേർക്കുന്നതിന് വേണ്ടി, അവനിൽ ആശ്രയിച്ച് ജീവിതം ക്രിസ്തുവിൽ അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭക്തനെ ചേർക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വരുമെന്നുള്ള വലിയ പ്രത്യാശയായിട്ട് ദൈവജനമായിരിക്കുന്നതായി കാണുവാൻ സാധിക്കപ്പെടുന്നു. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായിരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, അങ്ങയുടെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, രാജ്യം രാജ്യത്തോട് എതിർക്കും, ഭൂകമ്പങ്ങൾ, ക്ഷാമം, ഇങ്ങനെ അനേക കാര്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുവാനിടയായി തീർന്നു. നാം ഈ ലോകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ പ്രകൃതി ക്ഷോഭങ്ങൾ, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ഇങ്ങനെ പല സംഭവങ്ങൾ കാണുവാൻ സാധിക്കപ്പെടുന്നു. ഇതെല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന ലക്ഷണങ്ങളാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ കടന്നു പോകണമെങ്കിൽ, അല്ലെങ്കിൽ ലോകജനം പറയുന്നത് പോലെ സായുജ്യം പ്രാപിക്കണമെങ്കിൽ, സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ, മോക്ഷം പ്രാപിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം, മാനവരാശിയുടെ രക്ഷകനായി ബെത്ലഹേമിൽ ജനിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ജനനത്തെ കൊണ്ടാടുന്ന ഈ വേളകളിൽ വെറുതെ ഒരു ഉത്സവമായി കൊണ്ടാടുന്നത് പോലെയല്ല. കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയാണെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിന് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ, ആ കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ജനിക്കുവാനിടയായിത്തീരും. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു കടന്നു വരുമ്പോൾ ഒരുപക്ഷെ സമാധാനമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കും. സന്തോഷമില്ലാതെ നിരാശയുടെ നീർച്ചുഴിയിലായിരിക്കുന്നുവെങ്കിൽ
ആ നിരാശയുടെ അവസ്ഥയിൽ നിന്ന് കർത്താവ് നിന്നെ വിടുവിപ്പാനിടയായിത്തീരും. ഒരുപക്ഷെ ഭർത്താവിന്റെ മദ്യപാനത്തെ ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കുന്നുവെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് കർത്താവ് നിങ്ങൾക്ക് വിടുതൽ നൽകി തരുവാനിടയായിത്തീരും. ഒരുപക്ഷെ മക്കളുടെ വഴിപിഴച്ച ജീവിതത്തെക്കുറിച്ച് ഭാരപ്പെട്ട് ഈ സന്ദേശമാരങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് യേശുക്രിസ്തു നിങ്ങളുടെ മക്കളെ രക്ഷിക്കുവാനിടയായിത്തീരും. നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഇവിടെ ചില ചെറുപ്പക്കാരായിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു കാലത്ത് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ആശ്വാസമില്ലാതെ, ഭവനത്തിനും മാതാപിതാക്കൾക്കും ദേശത്തിനും പോലീസ് അധികാരികൾക്കും നിയമപാലകർക്കും തലവേദനയായി ജീവിച്ചിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. അതിലിവിടെ ആയിരിക്കുന്ന ചില വ്യക്തികളെ കുറിച്ച് നോക്കുമ്പോൾ ഈ ദേശത്ത് തന്നെ ഒരു കാലത്ത് ഈ രീതിയിൽ നടന്ന വ്യക്തിത്വങ്ങൾ കർത്താവ് യേശുക്രിസ്തു അവിടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ആശ്വാസമുണ്ട്. കർത്താവ് യേശുക്രിസ്തു വീണ്ടും കടന്നു വന്ന് നമ്മെ ചേർക്കുമെന്നുള്ള ഒരു പ്രത്യാശയോടുകൂടി സമാധാനത്തോടെ ആയിരിക്കാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു പുതുവർഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ പുതുവർഷത്തിൽ ഇതുവരെയും ഓരോ വർഷങ്ങൾ ഓരോ തീരുമാനങ്ങളെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന വ്യക്തിത്വങ്ങളായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പുതുവർഷത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന് ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ അനുഗ്രഹിപ്പാനിടയായിത്തീരും. ആ കർത്താവിലൂടെയുള്ള സകലവിധമാകുന്ന നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് നിത്യമാകുന്ന സന്തോഷത്തിലേക്കും നിത്യമാകുന്ന സായുജ്യത്തിലേക്കും എത്തിക്കുവാൻ ആ സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഇപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവായ യേശുക്രിസ്തുവേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, എനിക്ക് സമാധാനം നൽകി തരണമേ, എനിക്ക് സന്തോഷം നൽകി തരണമേ, എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകളിൽ നിന്ന് എനിക്ക് സമാധാനവും സന്തോഷവും ആശ്വാസവും നൽകി തന്ന് എന്നെ സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, നിത്യമാകുന്ന ജീവിതത്തിലേക്ക് നയിക്കണമെന്നുള്ള ആത്മാർത്ഥമാകുന്ന പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിപ്പാനിടയായിത്തീരും. ഈ ക്രിസ്മസ് കാലഘട്ടം, ഈ പുതുവർഷവും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാൻ സർവശക്തനായ ദൈവം കൃപ നൽകട്ടെ എന്ന ആഹ്വാനത്തോടുകൂടി ഞാൻ ഈ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
പ്രിയരെ, കേൾക്കപ്പെട്ട സന്ദേശത്തിൻ്റെ മുമ്പാകെ നിങ്ങളായിരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ഒരു നിമിഷം കർത്താവായ യേശു ക്രിസ്തുവിനോട്, കർത്താവേ, എൻ്റെ പാപങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ, എൻ്റെ ജീവിതത്തിലെ ഭാരങ്ങളെ, പ്രയാസങ്ങളിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണമേ. 2024 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ രക്ഷയ്ക്കു വേണ്ടി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അഖിലാണ്ടത്തിന്റെ ഉടയവനും സർവസൃഷ്ടാവുമായ യേശുവേ, അങ്ങയെ ഞാൻ എൻ്റെ ദൈവമായി, എൻ്റെ രക്ഷകനായി ഞാൻ അങ്ങയെ അംഗീകരിക്കുന്നു. ഇന്ന് പകൽക്കാലം കേട്ട സന്ദേശം എൻ്റെ ജീവിതത്തിനകത്ത്, എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ തലമുറയിൽ ഒരു വിടുതലായി മാറേണ്ടതിന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകലിൽ ആരെങ്കിലും വേദനയോടെ, ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് രക്ഷയുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ട് ഉറപ്പിച്ചു പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് യേശുവിലൂടെ ഒരു രക്ഷയുണ്ട്, യേശുവിലൂടെ ഒരു വിടുതലുണ്ട്. ആ വിടുതൽ പ്രാപിപ്പാൻ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമോ? കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ,